SCRT ക്ലാസ് 9th ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലം ഏതാണ്? വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. അപ്പോൾ ദ്രാവകങ്ങൾ ചലിക്കുന്നത് പാളികളായിട്ടാണ്. അപ്പോൾ ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവയ്ക്കിടയിൽ ബലമുളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവയ്ക്കിടയിൽ ബലമുളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. ഇപ്പോൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് വിളിക്കുക. അതായത് വിസ്കസ് ബലം കൂടുതലുള്ള ദ്രാവകങ്ങൾക്ക് ചലനശേഷി കുറവായിരിക്കും. ഇത്തരം ദ്രാവകങ്ങളെയാണ് വിസ്കസ് ദ്രാവകങ്ങൾ, അതായത് വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾക്ക് ചലനശേഷി കുറവായിരിക്കും. ഇത്തരം ദ്രാവകങ്ങളെയാണ് വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ തേന് വിസ്കസ് ദ്രാവകമാണ്, ചലനശേഷി കുറവായിരിക്കും. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ് മൊബൈൽ ദ്രാവകങ്ങൾ. അതായത് വിസ്കസ് ദ്രവം കുറവുള്ള ദ്രാവകങ്ങൾക്ക് ഒഴുക്ക് കൂടുതലായിരിക്കും. ഇത്തരം ദ്രാവകങ്ങളാണ് മൊബൈൽ ദ്രാവകങ്ങൾ. ഉദാഹരണം എന്താണ്? ജലത്തിന് എന്തായിരിക്കും? ഒഴുക്ക് കൂടുതലായിരിക്കും. ഇത്തരം ദ്രാവകങ്ങളെയാണ് മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ വിസ്കസ് ദ്രാവകങ്ങൾ, വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ മൊബൈൽ ദ്രാവകങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ താപനിലയും വിസ്കോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. അപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. നോട്ട് ചെയ്യുക, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഐസക് ന്യൂട്ടനെയാണ് 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? സർ ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. മറക്കരുത്. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനും ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനും ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. അപ്പോൾ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതും പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. അതുപോലെ
ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും സർ ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും സർ ഐസക് ന്യൂട്ടനാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും സർ ഐസക് ന്യൂട്ടനാണ്. ജോഹന്നാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമവർഗ നിയമം വിശദീകരിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. ജോഹന്നാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമവർഗ നിയമം വിശദീകരിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് ന്യൂട്ടനെയാണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചതും സർ ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൻ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും സർ ഐസക് ന്യൂട്ടനാണ്. ജോഹന്നാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമവർഗ നിയമം വിശദീകരിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതിനും പ്രധാന കാരണം എന്താണ്? ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതിനും പ്രധാന കാരണം എന്താണ്? പ്രതലബലമാണ്. എന്താണ് പ്രതലബലം? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ്? പ്രതലബലം എന്നാണ്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് അറിയപ്പെടുന്നത് പ്രതലബലം എന്നാണ്. പ്രതലബലത്തിന് കാരണം എന്താണ്? കൊഹിഷൻ ബലമാണ്. പ്രതലബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. നെക്സ്റ്റ്, മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണമെന്ത്? മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. നോട്ട് ചെയ്യുക, മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, അപ്പം മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമമാണ് പാസ്കൽ നിയമം. നോട്ട് ചെയ്യുക, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമമാണ് പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കലാണ്. എന്താണ് പാസ്കൽ നിയമം? നോക്കാം. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം. എന്താണ്? ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പോൾ ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കലാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ്. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തിമാരാണ് ബ്ലെയ്സ് പാസ്കലാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് പാസ്കൽ നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ബലത്തിൻ്റെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? അടുത്ത ക്വസ്റ്റ്യൻ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ഏത് തരം ചലനമാണ്? സമവർത്തുള ചലനം. സമവർത്തുള ചലനമാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനമാണ് സമവർത്തുള ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനമാണ് സമവർത്തുള ചലനം. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രഹങ്ങൾ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. നോട്ട് ചെയ്യുക. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഏതാണ്? ഗുരുത്വാകർഷണ ബലം. നമുക്കറിയാം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഏത്? ഗുരുത്വാകർഷണ ബലം അല്ലേ? ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഏതാണ്? ഗുരുത്വാകർഷണമാണ്. ഭൂഗുരുത്വബലം ഒരു സദിശ അളവാണ് എന്നുകൂടി നോട്ട് ചെയ്യാം. ഭൂഗുരുത്വബലം ഒരു സദിശ അളവാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. എന്താണ്? ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ഈ സവിശേഷ ഗുണമാണ് ഏത്? ആക്കം. ഏതാണ്? ആക്കം. ആക്കം ഒരു സദിശ അളവാണ്. ആക്കം എന്താണ്? ഒരു സദിശ അളവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂഗുരുത്വം ഒരു സദിശ അളവാണ്. അതൊക്കെ നോട്ട് ചെയ്യുക. ആക്കം ഒരു സദിശ അളവാണ്. ആക്കം കാണുന്നത് എങ്ങനെയാണ്? മാസ് ഇൻറ്റു പ്രവേഗമാണ് ആക്കം. മാസ് ഇൻറ്റു പ്രവേഗമാണ് ആക്കം. ഓക്കെ, അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ഈ സവിശേഷ ഗുണമാണ് ആക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനെയാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതിനും പ്രധാന കാരണം പ്രതലബലം. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമമാണ് പാസ്കൽ നിയമം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം സമവർത്തുള ചലനമാണ്.
ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ഈ സവിശേഷ ഗുണമാണ് ആക്കം. ആക്കം ഒരു സദിശ അളവാണ്. ആക്കം എങ്ങനെയാണ്? മാസ് ഇൻറ്റു പ്രവേഗമാണ് ആക്കം. ഓക്കെ, താങ്ക് യു.